താൻ കുറെ നേരമായാലും മുക്കി മൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ട അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ? ഞാൻ പറയട്ടെ. വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യം വെച്ചാ പറയണ്ട. അതല്ല രാമേട്ട, രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്. അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു രാമേട്ടൻ തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-30 ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് അതിന്റെ കറക്റ്റ് പ്രായം. ഡോ വാരേ, 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ളൊരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ടൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്രോക്കർ പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? നാ ഇറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞായിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമായ? കല്യാണം കഴിക്കുന്ന അത്രയ്ക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തവനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യനാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. അതി കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടമുണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി? എവിടെ? ക്ലീൻ ഗ്രീൻ സിഗ്നൽ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവണ്ട. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. നന്ദിനെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിനെന്തെങ്ങനെ പദം വരുത്തുന്ന? എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ? ഇന്നത്തെ ചിലർ എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ.
ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്തോ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധ കുട്ടിനായരും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്, പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്ത തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണമായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ. इधर रहना, फिक्र मत करो, ये अपने हाथ में है. खाने को मैं बुलाता हूँ, समझा? എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടും ചെയ്യില്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ. താൻ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ ഉണ്ടല്ലോ ഉണ്ടാവില്ല. അതിങ്ങടുത്ത് ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം മറ്റുണ്ടോ? അത് അടിയന്തരം അല്ല, ഇത് ഇങ്ങനെ. അത് ശരി, നിക്കാതെ. കണക്കൂട്ടലുകളൊക്കെ എവിടം വരെയായി? കല്യാണത്തിന് കാശ് കുറെ ചെലവാൻ സുധാര. അതിന്റെ ഒരു വെപ്രാളത്തിലാണ് ഞാൻ. അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ അച്ഛൻ്റെ നിന്ന് കാലാണ് പ്രതീക്ഷിക്കേണ്ടത്. മടങ്ങി വന്ന വീടിന് പകുതി കൊടുക്കാനുള്ള 5000 രൂപ വേറെയും കരുതണം. ഇവിടെ ഇപ്പൊ 5000-ന് വീടോ ഫ്ലാറ്റോ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ലെക്കായിട്ട് കരുതിയാ മതി. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ രൂപയുടെ കണക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, കുറച്ച് അവധി കൂടി തരണോട്ട് സുധാര. പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോ അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ, അതിനും ചിലവാകും കുറെ. തനിക്ക് ഇഷ്ടമുള്ളപ്പോ തന്നാ മതി. പിന്നെ പുതിയ വീടൊക്കെ താമസിക്കുമ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഭാര്യയും മോനെയും കൂട്ടി ഒന്നങ്ങോട്ട് വരും, ഒരാഴ്ച താമസിക്കാം. ഒന്നിങ്ങോട്ട് വന്നേ, എന്താ കാര്യമുണ്ട്. എന്താ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു വല്ലവരും പുറത്ത് നിൽപ്പുണ്ടാവും. എന്താ ഞാൻ വിളിച്ചു, അവൾ ഇറങ്ങി വന്നു. സേട്ടു അറിയുമ്പോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. നീ എന്താ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. ബേച്ചാര ഡർത്താ ഹെ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ മാറണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. ഈശ്വര, നീ തീ കൊണ്ടാ കളിക്കുന്നത്. പേടിക്കാതെ, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഭാവിയിൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ആരുടെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട്? അതിനി തീരുമാനിക്കണം. എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം. നിനക്ക് തരാവുന്ന നിന്റെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തിരിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടാ. കരിമ്പാട് പറഞ്ഞേക്ക്, ഞാൻ മുങ്ങിയിട്ടൊന്നും ഇല്ലാതെ. ചലോ ദുർഗ. എന്താണ് സാർ? साहब, विष्णु आ गया. यस सर. विष्णु उள்ள கூப்பிடுறார். എന്താ സാർ പ്രശ്നം? தெரியலப்பா, இது என் கையில இல்ல. सर, राजेंद्रन कहाँ है? कहाँ है वो साला? मुझे नहीं मालूम सर. इंस्पेक्टर साहब, ये झूठ बोल रहा है. ये उस कमीने के बारे में सब कुछ जानता है. ये दोनों आपस में दोस्त हैं और एक ही कमरे में रहते हैं. इसको बताए बगैर वो साला कहीं नहीं जाएगा. क्या नाम है तुम्हारा? विष्णु. सच सच बताओ. Where is he? I don't know sir. मुझे सच बुलवाना आता है. चलो पुलिस स्टेशन. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ചെല്ലനോടത്ത് മുഴുവനും പുലിവാലാണല്ലോ. നിന്റെ നക്ഷത്രം എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന രാമേട്ടൻ പറയുന്നത്? അല്ല, എത്ര കിട്ടി? എന്ത് പെട പെട? അവരെന്നൊന്നും ചെയ്തില്ല. അതെനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. അവരെന്നെ തല്ലില്ലെന്നേ. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. രാജേന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാവുന്ന പോലീസിന്റെ വിചാരം. ആ സേട്ടുവിന്റെ ആൾക്കാരുടെയും തല്ലുകൊണ്ട് ചാവാനാണ് രാജേന്ദ്രന്റെ വിധി. അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ തടി കടാക്കണ്ട. ഇപ്പൊ ആകെ ബുദ്ധിമുട്ടില്ലാതെ ഞാനാ. കല്യാണമായിട്ട് ഇതിനിടെ എങ്ങനെ ലീവ് ചോദിക്കുന്നു? വീട്ടിലേക്കാണെങ്കിൽ കത്ത് എഴുതി വരുന്നു. ആ പേരും പറഞ്ഞ് സേട്ടു നിന്നെ പിരിച്ചുവിടാഞ്ഞത് ഭാഗ്യാണെന്ന് കരുതിയാ മതി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് രാമേട്ട? ചോദിക്ക്. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഉള്ള കുരുത്തക്കറികളൊന്നും ഒപ്പിച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട? ദേ, ഉപദേശങ്ങൾ തരാൻ എന്നെക്കാളും മിടുക്കി ഇവളാണെന്ന് അറിയാലോ തനിക്ക്. ചോദിക്ക്, എല്ലാ കുരുട്ട് വിദ്യകളും പറഞ്ഞുതരും.